ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മളിന്ന് ചെയ്യുന്നത് എന്നും നമ്മൾ ആംപ്ലിഫയറിൻ്റെ ബോർഡും സ്പീക്കറൊക്കെ പരിചയപ്പെടുന്ന വീഡിയോസാണ് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ പല യൂട്യൂബേഴ്സും ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത ഒരു വീഡിയോയാണ് ഞാനിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യം. നമ്മുടെ ഈ ആംപ്ലിഫയർ, സ്പീക്കർ, ബോക്സ്, ആംപ്ലിഫയർ ബോർഡുകളൊക്കെ ഇഷ്ടപ്പെടുന്ന വിദേശികളായിട്ടുള്ള, അതായത് നമ്മുടെ നാട്ടിൽ നിന്നും പുറത്തോട്ട് പോയിട്ടുള്ള മലയാളികളുണ്ട്. അപ്പോൾ മലയാളികൾ മാത്രമല്ല, എല്ലാ ആൾക്കാരും ഉണ്ട്. അപ്പം അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആഗ്രഹങ്ങളോട് കൂടി ഇവിടെ നിന്നിട്ട് എന്തോ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് ഗൾഫിലോട്ട് പോകേണ്ട ഒരു അവസ്ഥയിൽ വരുന്ന ആൾക്കാരാണ്. എല്ലാം ഉപേക്ഷിച്ചിട്ട്, ആഗ്രഹങ്ങളെല്ലാം ഉപേക്ഷിച്ച്, വീട്ടുകാരെല്ലാം ഉപേക്ഷിച്ചിട്ട് അവർ അവരുടെ ജോലിയുടെ ആവശ്യ സംബന്ധമായിട്ട് അവർ നമ്മുടെ നാട് വിട്ട് ഗൾഫിലേക്കും മറ്റുള്ള പല രാജ്യങ്ങളിൽ പോവുകയാണ്. അപ്പോൾ അവരുടെ ഒരു അവസ്ഥ, അവരെന്നെ ഫോൺ വിളിക്കാറുണ്ട് ഒരുപാട് ആൾക്കാർ. ഇപ്പം ഇന്ന് എന്നെ വിളിച്ചിട്ട് ഏകദേശം ഒരു 1.5 മണിക്കൂറോളം സംസാരിച്ചൊരു ചേട്ടനുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് ചേട്ടന്മാർ എന്നെ വിളിക്കുന്നുണ്ട്, ഓരോ ദിവസം വിളിക്കുന്നുണ്ട്. അപ്പം അതിൽ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബേഴ്സ് ഒരുപാട് ആൾക്കാർ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്, തിരക്കാണ് എന്നുള്ളതാണ്. അവർ പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെക്കാട്ടും തിരക്കുള്ള ആൾക്കാരാണ് അവരെല്ലാം. പല മേഖലകളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ, ജോലി എന്നുള്ള ആ ഒരു കാര്യത്തിന് വേണ്ടി പോയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരില്ലാത്ത സമയം കണ്ടിട്ടാണ് നമ്മളെ വിളിക്കുന്നത്. സത്യം പറഞ്ഞാൽ ആ കോളൊക്കെ നമ്മൾ എടുക്കേണ്ടതാണ്. ഞാൻ എൻ്റെ ഫോണിൽ ഇൻ്റർനാഷണൽ കോൾ എന്നൊരു കോൾ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ട് എടുക്കും. ഇപ്പോൾ എന്നെ വിളിച്ചിട്ട് എടുക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും എന്നെ വിളിക്കുന്നവർക്ക് വാട്സപ്പിൽ ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയക്കും. ഇല്ലെങ്കിൽ കോൾ കട്ട് ചെയ്തിട്ട് ഞാൻ തിരിച്ചങ്ങോട്ട് മെസ്സേജ് അയക്കും, എന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കുവാണെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ നമ്പർ 70 12 54 75 84. നിങ്ങൾക്ക് എന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം, ചാറ്റ് ചെയ്യാം, നമുക്ക് സംസാരിക്കുന്നതിൽ എനിക്കൊരു ബുദ്ധിമുട്ടില്ല. പക്ഷേ കോൾ വിളിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ എൻ്റെ ജോലിക്ക് തടസ്സം വരും. അതുകൊണ്ടാണ് ചില സമയങ്ങളിൽ ഞാൻ കോൾ എടുക്കാത്തത്. നിങ്ങൾക്ക് വാട്സപ്പിൽ എന്നെ കോൺടാക്ട് ചെയ്ത് സംസാരിക്കാൻ എൻ്റെ അടുത്ത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഇലക്ട്രോണിക്സും പരമായിട്ട്, നമ്മുടെ ആംപ്ലിഫയർ പരമായിട്ടൊക്കെ ബന്ധമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് സംസാരിക്കാം. അപ്പോൾ ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ട് അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെറുതിലെ തൊട്ടുള്ള കാര്യം സംസാരിച്ച് അവർ പറയുന്നത് അവർക്ക് ആംപ്ലിഫയർ, സ്പീക്കറൊക്കെ പണ്ടത്തെ 44-40 IC ഒക്കെ വെച്ചിട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെയാണ് കൂടുതൽ. STK IC വെച്ച് ആംപ്ലിഫയറൊക്കെ ചെയ്തിട്ടുള്ള ചേട്ടന്മാരൊക്കെയാണ് കൂടുതൽ. അവർ പറയുന്നതെന്ന് വെച്ചാൽ അവർക്ക് ഒരുപാട് വിഷമം എന്നാണ് അവർ പറയുന്നത്. കാര്യം നമ്മളെപ്പോലുള്ള ആൾക്കാരുടെ വീഡിയോ കാണുമ്പോൾ അവർക്ക് ആ പഴയ ഒരു ആഗ്രഹം വീണ്ടും പൊടി തട്ടി എടുക്കണം എന്നുള്ള ആ ഒരു ഇതിലേക്കാണ് അവർ വരുന്നത്. കാര്യം അവരെല്ലാം മറന്ന് അവരുടെ ഫീൽഡ് തന്നെ വിട്ടിട്ട് അവരുടെ ജോലി തിരക്കിലും ജീവിതത്തിലേക്ക് മാറുമ്പോഴും ആണ് നമ്മളെപ്പോലുള്ള ആൾക്കാരുടെ വീഡിയോസ് അവർ കണ്ടിട്ട് ആ ഒരു പഴയ ഓർമ്മ തിരിച്ചു വരികയും അവർക്ക് വീണ്ടും ഇതൊക്കെ ചെയ്യാനുള്ള ഒരു ആഗ്രഹം, തിരിച്ച് നാട്ടിൽ വന്ന് ഇതെല്ലാം ചെയ്യണമെന്നുള്ള ആഗ്രഹമൊക്കെ വരുന്നത്. അപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോർഡ് നമുക്ക് ഗൾഫിലേക്ക് വരുത്താൻ പറ്റുന്നില്ല. പക്ഷെ പകരം നമ്മൾ ഗൾഫിൽ നിന്നും ബോർഡ് നിർമ്മിക്കുന്ന ആൾക്കാർക്ക് പൈസ കൊടുത്ത് അവർ ബോർഡ് അവരെ വീട്ടിൽ വാങ്ങി വച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ റിവ്യൂ ചെയ്യുന്ന പല ബോർഡുകൾ അവർ വീട്ടിൽ വാങ്ങി വച്ചിട്ടുണ്ടെന്നാണ് അവർ ഇടയ്ക്കിടയ്ക്ക് തന്നെ ഫോൺ വിളിക്കുമ്പോൾ അവരെല്ലാവരും പറയുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ ഒരു ബോർഡ് ഗൾഫിലേക്ക് കിട്ടാനുള്ളൊരു സാധ്യത വളരെ കുറവാണ്. അത് നമുക്ക് പറ്റത്തില്ല അങ്ങനെ അയച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും വരുമ്പോഴും കാണാമല്ലോ, വർക്ക് ചെയ്യിപ്പിക്കാമല്ലോ എന്നുള്ള. ചില ആൾക്കാരുണ്ട്, അവർ നാട്ടിൽ വരുമ്പോൾ ഈ ബോർഡെല്ലാം കൊണ്ടുപോയിട്ട് അവിടെ പോയി ഇതെല്ലാം വർക്ക് ചെയ്യിപ്പിച്ച് അവർ ചില വീഡിയോസൊക്കെ അയച്ച് തരുന്നുണ്ട്. അപ്പോൾ അവരെല്ലാം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ജീവിതം ഇങ്ങനെ ആയി, പക്ഷെ അവരുടെ ആഗ്രഹങ്ങൾ ഒരിക്കലും അവർ മറക്കുന്നില്ല എന്നുള്ളതാണ് കാര്യം. അവർ ചെറുതിലെ ഈ രക്തത്തിൽ അലിഞ്ഞു പോയി കഴിഞ്ഞാൽ, ഇതുപോലുള്ള കാര്യങ്ങൾ രക്തത്തിൽ അലിഞ്ഞു പോയി കഴിഞ്ഞാൽ അവർക്കത് മാറ്റാൻ പറ്റുന്നില്ല എന്നാണ് അവർ പറയുന്നത്. മറക്കാൻ ശ്രമിക്കുന്നു എന്നുണ്ടെങ്കിൽ അവർക്ക് മറക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഒരുപാട് ആൾക്കാർ വിളിക്കുക, അവരെല്ലാം മിക്ക ആൾക്കാർ ഇലക്ട്രോണിക്സ് പഠിച്ചിട്ടൊക്കെ അവിടെ ഇലക്ട്രോണിക്സ് ജോലി ചെയ്യുന്നവരാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇലക്ട്രോണിക്സ് പഠിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ ഇത് ചെയ്തുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നമ്മളിതെല്ലാം തട്ടിക്കുട്ടി പോകുന്നത് സത്യം പറഞ്ഞാൽ. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നതെന്ന് വെച്ചാൽ അവർ ഇലക്ട്രോണിക്സ് ബേസിക്കലി അവർ പഠിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും അവർ ചെയ്യുമ്പോൾ അതിൽ തെറ്റ് വരുന്നുണ്ട്, നോയ്സ് വരുന്നുണ്ട്, പ്രശ്നങ്ങളെല്ലാം പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം നമ്മളെപ്പോലുള്ള ആൾക്കാരുടെ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് അവർ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നും അവർ എടുത്ത് പറയുന്നുണ്ടായിരുന്നു. കാര്യം നമ്മൾ പറയുന്ന കാര്യങ്ങൾ, എനിക്കിപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ചെറുതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. പക്ഷേ കാര്യം നമ്മൾ ഇലക്ട്രോണിക്സ് പഠിച്ചിട്ടില്ലാത്ത ആൾക്കാരാണ്. പക്ഷെ നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് പരിധിയുണ്ട്, അറിവിൽ നമുക്ക് ഒരുപാട് പരിധിയുള്ള ആൾക്കാരാണ്. പക്ഷെ അവർ ഈ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ചിട്ടുള്ള ഇലക്ട്രോണിക്സ്, BSc എഞ്ചിനീയറിംഗ്, BSc ഇലക്ട്രോണിക്സ്, BTech എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാർ, ഡിപ്ലോമയൊക്കെ പഠിച്ചിട്ടുള്ള
ആൾക്കാർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് ചെറുതായിരിക്കാം, പക്ഷെ നമുക്കത് വളരെ വലുതാണ്. കാര്യം പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നത് പോലെയൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ളത് അവർ പറയുന്നുണ്ടായിരുന്നു. അവർ പറയുന്നത് അവർക്ക് അലി എക്സ്പ്രസ് പോലെയുള്ള ചൈനീസ് സൈറ്റുകളിൽ നിന്ന് മാത്രമാണ് ഇതുപോലുള്ള ബോർഡുകളൊക്കെ വാങ്ങാൻ കിട്ടുന്നത്. അപ്പോൾ അവർ അവിടെ നിന്ന് ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു പരിപാടിയാണ് ഇങ്ങനെ വാങ്ങുന്നത്. അപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നാട്ടിലുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് കയ്യിൽ പൈസ കൊടുത്തിട്ട് ബോർഡ് വാങ്ങി വയ്ക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് അവർക്ക് അയച്ചു കൊടുത്തിട്ട് ബോർഡ് വാങ്ങി വയ്ക്കും. ഡിടെക്കിൻ്റെയൊക്കെ ബോർഡുകൾ ഒരുപാട് വാങ്ങി വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഇന്ന് വിളിച്ചൊരു ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ പല ആൾക്കാരെയും വിളിക്കുന്നുണ്ട്, ആരും ഫോൺ എടുക്കുന്നില്ല എന്നുള്ളൊരു പരാതിയും അവർ പറയുന്നുണ്ട്. കാര്യം അവർ നമ്മളെപ്പോലുള്ള ആൾക്കാരുടെ വീഡിയോ കണ്ടിട്ടാണ് പഴയ ആഗ്രഹങ്ങളൊക്കെ പൊടി തട്ടി എടുക്കുന്നത്. അപ്പം നമ്മളടുത്ത് സംസാരിക്കാനുള്ളൊരു ആഗ്രഹം അവർക്ക് ഉണ്ടായിട്ടാണ് അവർ വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫോൺ എടുക്കുന്നില്ല എന്നുള്ളൊരു പരാതി അവരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇൻ്റർനാഷണൽ കോൾ കണ്ടാൽ ഞാൻ ഉറപ്പായിട്ടും ഞാൻ എന്ത് ജോലിയാണെങ്കിലും എന്ത് ചെയ്താലും ഇൻ്റർനാഷണൽ കോൾ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഉടനെ തന്നെ എടുക്കും. കാര്യം അവരുടെ ഒരു മാനസിക സ്ഥിതി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാര്യം നാട്ടിലല്ല അവർ വിദേശത്താണ്. അവർക്ക് ഇതെല്ലാം നമ്മളെ വീഡിയോസ് കണ്ടിട്ടാണ് അവർ ഇതെല്ലാം ചെയ്യുന്നത്. അതിലെടുത്ത് പറയേണ്ട ഒരാളാണ് ഷാനവാസ് ചേട്ടൻ. ഷാനവാസ് ചേട്ടൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കും. പുള്ളി പറയുന്നത് വെച്ച് നിനക്ക് എന്താണ് വേണ്ടത്. പുള്ളി അവിടെ വളരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ്. പുള്ളി ഒരു വീട്ടിൽ അവിടുത്തെ ഒരു ഡ്രൈവറാണ് പുള്ളി. അപ്പോൾ പുള്ളി എൻ്റെ പറയുന്നത് നിനക്ക് എന്താണ് വേണ്ടത്, എന്ത് വേണമെങ്കിലും പറഞ്ഞാൽ കൊണ്ടുവരാമെന്ന് പറയുന്നത്. പിന്നെ ഒരുപാട് ആൾക്കാർ എനിക്കവിടെ ജോലി സെറ്റാക്കി വെച്ചിട്ട് ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് ഒരാൾ വിളിച്ചിട്ട് ഇങ്ങനെ വിസയുടെ കേസ് പറഞ്ഞിട്ട് ഒരാൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ജോലിയുടെ ആവശ്യത്തിനാണ്, നിങ്ങൾ വന്നാൽ മതി, വിസ അയച്ചു തരാം, പൈസ ഒന്നും തരണ്ടെന്ന് പറഞ്ഞിട്ട് അത് യാത്ര ചിലവെല്ലാം അവർ എന്നെ നോക്കിക്കോളാം, അവിടെ നല്ല ജോലിയാണ്, ഒരു ഷോപ്പിൽ ജോലിയാണെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് വിളിച്ചിട്ടാണ് അങ്ങനെയാണ് പറഞ്ഞത്. പുള്ളി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പുള്ളിയുടെ ഓഫീസിൽ തന്നെ കമ്പനി തന്നെ ഒരു ഇലക്ട്രിക് വർക്കായിട്ട് നല്ല ജോലിയുണ്ട്, നല്ല ശമ്പളം എന്ന് പറഞ്ഞ് പുള്ളി വിളിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് ജോലി വിദേശ രാജ്യങ്ങളിൽ തന്നെ ഒരുപാട് ആൾക്കാർ എനിക്ക് ജോലി സെറ്റാക്കിയിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് പോകാത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ യൂട്യൂബ് ഫാമിലി തന്നെ അല്ലെങ്കിൽ ഫേസ്ബുക്ക് യൂട്യൂബ് ഫാമിലി തന്നെ നമ്മളെ നഷ്ടമായി പോകുന്നുള്ളതാണ്. കാര്യം നമുക്ക് ഇവിടെ ഇരുന്ന് ചെയ്യുന്ന പോലെ ആ ഒരു വെളിയിൽ നമുക്ക് പുറത്ത് പോയിട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ എൻ്റെ ചേട്ടനായാലും അങ്ങനെയാണ്, അവനും പുറത്താണ്. അവനും എൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇങ്ങനെ ജോലിയുടെ കേസ്. അപ്പോൾ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഇത് പോകും, ആംപ്ലിഫയർ, സ്പീക്കർ, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ ഒരു ഭാഗത്തായിട്ട് ചിന്തിക്കാത്തത്. അതുകൊണ്ട് തന്നെയാണ്. കാര്യം ഇത് ഒരു ലഹരിയാണ്. ഈ ഒരു ആംപ്ലിഫയറും സ്പീക്കറും നിർമ്മിക്കുക, അത് കംപ്ലൈൻ്റ് ആവുക. നമ്മൾ ഏതൊരാളായാലും ഒരു ആംപ്ലിഫയർ ഫസ്റ്റ്, എൻ്റെ ഇതൊക്കെ അങ്ങനെയാണ്. ഞാനൊരു ആംപ്ലിഫയർ ഫസ്റ്റ് ചെയ്ത് വരുമ്പോൾ, ഫസ്റ്റ് മീൻസ് ഇപ്പോഴും അങ്ങനെയാണ്, ചെയ്തു വരുമ്പോൾ ആദ്യം അതിൽ എന്തെങ്കിലും നോയ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പുക വരികയോ നോയ്സ് വരികയോ ഇതൊക്കെ തന്നെയാണ് എല്ലാവർക്കും ഉള്ള പോലെ തന്നെയാണ് എനിക്ക്. അല്ലാതെ ചുമ്മാ നമ്മൾ ആംപ്ലിഫയർ ഒരുപാട് കാണിക്കുന്നതിന് വേണ്ടി വാരി ചെയ്യുന്ന ടീമുകളൊന്നുമല്ല നമ്മൾ മീൻസ് നമ്മൾ അത്യാവശ്യം സ്റ്റീരിയോ ആമ്പൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു വരുന്ന ആൾക്കാർക്ക് നമ്മൾ സ്റ്റീരിയോ ആമ്പൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് ആൾക്കാർ ഈ ഒരു സജഷൻ ചോദിച്ചു വരുന്നുണ്ട് ഏതാണ് നല്ലതെന്നുള്ളത്. അപ്പോൾ 10,000, 40,000, 30,000 ഒക്കെ മുടക്കാൻ തയ്യാറായിരിക്കുന്ന ആൾക്കാർക്ക് ഞാൻ ബ്രാൻഡ് മാത്രമാണ് അത് പറയുന്നത്. പിന്നെ സ്പീക്കർ ബോക്സിനെ കുറിച്ച് ഒരുപാട് ആൾക്കാർ ചോദിച്ചു വരുന്നുണ്ട്, ഏതാണ് നല്ലത്, അസംബ്ലിംഗ് ബോക്സ് ആണോ നല്ലത്, സ്പീക്കറിൻ്റെ കാര്യം ഒരുപാട് സ്പീക്കേഴ്സിൻ്റെ കേസൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവരുടെ അടുത്തെല്ലാം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും നല്ലത് ബ്രാൻഡ് തന്നെയാണ്. സ്പീക്കറിൻ്റെ കാര്യത്തിൽ എപ്പോഴും ഞാൻ ബ്രാൻഡിൻ്റെ കേസ് മാത്രമാണ് പറയുന്നത്. ബ്രാൻഡ് ബോക്സ് സ്പീക്കർ എല്ലാം കൂടെ റെഡിമെയ്ഡായിട്ട് നിങ്ങൾക്ക് ബ്രാൻഡ് ഏതെങ്കിലും നല്ല ബ്രാൻഡ് കിട്ടുന്നുണ്ടെങ്കിൽ അത് വാങ്ങുന്നതാണ് നല്ലതെന്നാണ് ഞാൻ എപ്പോഴും ഗൾഫിലുള്ള ചേട്ടന്മാർക്ക് പറയുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ ഇവിടത്തെ പോലെയല്ല. ഗൾഫിലുള്ള ചേട്ടന്മാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിറയെ ബ്രാൻഡഡ് ബോക്സുകൾ സെക്കൻഡ് ഹാൻഡ് വിലയ്ക്ക് നമുക്ക് അവിടെ ഗൾഫിൽ കിട്ടുന്നുണ്ട്. ഇവിടത്തേക്കാട്ട് നല്ല വില കുറച്ചവിടെ കിട്ടുന്നുണ്ട്. പക്ഷേ ഇവിടെ ബോക്സ് അത്യാവശ്യം സെക്കൻഡ് ഹാൻഡ് ബോക്സൊക്കെ 20,000, 30,000 വില വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു നമ്മുടെ നാട്ടിലെ ആൾക്കാരെന്ന് പറയുമ്പോൾ ഈ ആംപ്ലിഫയർ സ്പീക്കേഴ്സൊക്കെ കൂടുതലും അതിനകത്തേക്ക് നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പാവപ്പെട്ട ആൾക്കാരായിരിക്കും, എല്ലാം കൂലി വേല ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ഈ പറയുന്ന 25,000, 30,000 സ്പീക്കർ വാങ്ങാനുള്ളൊരു സാമ്പത്തിക സ്ഥിതി ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കാണ് നമ്മൾ C10 പോലുള്ള അത്യാവശ്യം വലിയ തരക്കേടില്ലാത്ത സ്പീക്കേഴ്സ് നമ്മൾ അവരുടെ അടുത്ത് വാങ്ങാനായിട്ട് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആംപ്ലിഫയറിൻ്റെ കേസ് ഒരുപാട് ആൾക്കാർ ഇന്ന് ഇപ്പോൾ വിളിച്ച ചേട്ടനും പാർട്ടി സ്പീക്കറിൻ്റെ കേസാണ് എൻ്റെ ചോദിച്ചത്. പാർട്ടി സ്പീക്കർ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പം ഞാൻ ചേട്ടനെ പറഞ്ഞു, ചേട്ടാ പാർട്ടി സ്പീക്കറൊക്കെ ഉണ്ടാക്കി വെറുതെ പൈസ കളയുന്നതിനെക്കാട്ടി നിങ്ങൾ ഏതെങ്കിലും ഒരു
ബ്രാൻഡ് ഇപ്പോൾ ബോട്ട് പോലെയുള്ള കമ്പനിയുടെയൊക്കെ ഒരുപാട് JBLൻ്റെയും ബോട്ടിൻ്റെയൊക്കെ പാർട്ടി സ്പീക്കേഴ്സ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. JBL കുറച്ച് വില കൂടുതലാണ്, സോണിയൊക്കെ കുറച്ച് വില കൂടുതലാണ്. അപ്പോൾ പാർട്ടി സ്പീക്കേഴ്സ് നമുക്ക് വാങ്ങാൻ കിട്ടും. അത് റെഡിമെയ്ഡായിട്ട് വാങ്ങുന്നതാണ് നല്ലത്. ഒരു പാർട്ടി സ്പീക്കറൊക്കെ, ട്രോളി സ്പീക്കറൊക്കെ നമ്മൾ ഏതെങ്കിലും ഗ്ലാസ് ഡി ബോർഡും പിന്നെ ഏതെങ്കിലും സ്പീക്കറൊക്കെ വാങ്ങി വെച്ച് നിർമ്മിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ബ്രാൻഡ്, ഇപ്പോൾ ലോക്കൽ ബ്രാൻഡ് എന്ന് പറഞ്ഞ രീതിയിൽ ബോട്ട് അതുപോലത്തെ കമ്പനിയൊക്കെ വരുന്നുണ്ട്, അതിൻ്റെ കൂടെ പോലും പിടിച്ചിരിക്കത്തില്ല. അത് ഒരു കാരണവശാലും പിടിച്ചിരിക്കത്തില്ല. അവരുടെ ട്യൂണിങ് ഒക്കെ പക്കയായിരിക്കും. ബോക്സിൻ്റെ ട്യൂണിങ് ആൻഡ് കാലിബ്രേഷൻ എല്ലാം പക്ക ഡിസൈനിലായിരിക്കും അവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ ബേസ് റെസ്പോൺസ് എന്നൊക്കെ വെച്ചാൽ നമ്മുടെ വീട്ടിലൊരു 12 ഇഞ്ച് സബ് ഓഫർ ഇരുന്നിടിക്കുന്ന ഒരു ബേസ് റെസ്പോൺസ് ആ ചെറിയൊരു സാധനത്തിൽ നിന്ന് കിട്ടുന്നതായിട്ട് എനിക്ക് ഫീൽ. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് വെറുതെ ഇതൊക്കെ എന്തിന് ചെയ്തു വയ്ക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ പൈസ ഉള്ള ആൾക്കാർ, ഇതുപോലെ സാധനങ്ങൾ വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ എന്തായാലും പാർട്ടി ബോക്സോ അല്ലെങ്കിൽ ട്രോളി സ്പീക്കറൊക്കെ നിങ്ങൾ ഏതെങ്കിലും ബ്രാൻഡിലോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഒരുപാട് ആൾക്കാർ വിളിച്ച് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ഡിടെക്കിൻ്റെ ബോർഡ്, യൂണിവേഴ്സലിൻ്റെ ബോർഡ്, പിന്നെ RBL+ൻ്റെ ബോർഡ്, ഇതുപോലെയുള്ള ബോർഡുകളെല്ലാം അവർ വാങ്ങുന്നുണ്ട്. നമ്മളെ വീഡിയോസ് കണ്ടിട്ട് അവർ വാങ്ങി അത് വീട്ടിൽ വെച്ചിട്ടുണ്ട്, അതായത് നാട്ടിൽ വെച്ചിട്ടുണ്ട്. അവർ വരുമ്പോൾ അവർ ഗൾഫിലേക്ക് കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ വരുന്ന ഒരു മാസമോ ചിലപ്പോൾ ഒരാഴ്ചയ്ക്ക് ഒക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് അവർ നാട്ടിൽ വരുമ്പോൾ അവരുടെ ഫ്രണ്ട്സിനെ പോലും കാണാൻ അല്ലെങ്കിൽ ബന്ധുക്കളെ പോലും കാണാൻ പോകുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. സത്യം എന്നാണ് അവർ പറഞ്ഞത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കിട്ടുന്ന സമയത്ത് ഈ വാങ്ങുന്ന ബോർഡുകളെല്ലാം തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാനുള്ളൊരു ആ ഒരു ഇതിലേക്കാണ്. അപ്പോൾ അവരുടെ വൈഫൊക്കെ ചോദിക്കും, അതായത് ഈ ചെയ്യുന്ന ചേട്ടന്മാരുടെ വൈഫ് ചോദിക്കും, നിങ്ങൾ ഇതൊക്കെ നോക്കാനാണ് അവിടെ വന്നത്, അത് നമ്മുടെ നാട് കാണാനും ബന്ധുക്കളെ കാണാനൊക്കെയാണ് വന്നതെന്നുള്ള രീതിയിൽ ചോദിക്കുമെന്നൊക്കെ ഉള്ളത് കുറച്ച് ചേട്ടന്മാർ പറയുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഗൾഫിലെ ചേട്ടന്മാർ വിളിക്കുമ്പോൾ എനിക്ക് ഒരുപാട് വിഷമം തോന്നാറുണ്ട്. കാര്യം അവരുടെ ജീവിതം നമ്മുടെ ഒരു ജീവിതമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. കാര്യം അവർ ജോലി എന്നുള്ള ഇത് പിന്നെ ആഗ്രഹങ്ങൾ മനസ്സിൽ വെച്ച് വർഷങ്ങളോളം, കാര്യം 20-25 വയസ്സിലൊക്കെ ഇവിടെ നിന്ന് പോയിട്ടുള്ള ആൾക്കാരായിരിക്കും. പിന്നെ അവർക്ക് ഇതുപോലുള്ള ബോർഡുകൾ വീഡിയോ കണ്ട് സമാധാനിക്കാം എന്നുള്ളത് മാത്രമാണുള്ളത്. അവർക്ക് അത് വാങ്ങി ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് അവരുടെ വലിയ വലിയ വിഷമമായിട്ട് മനസ്സിൽ കിടപ്പുണ്ട് ഇപ്പോഴും. ഷാനവാസ് ഏട്ടനൊക്കെ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവിടെ നിന്ന് എനിക്ക് ഇതുപോലത്തെ ബോർഡിൻ്റെയും അല്ലെങ്കിൽ സ്പീക്കറിൻ്റെയും AVRൻ്റെ ഒക്കെ ഇഷ്ടംപോലെ ഫോട്ടോസ് അയച്ച് കൊള്ളാമോ അത് കൊള്ളാമോ എന്നൊക്കെ ചോദിച്ചു പുള്ളി സംശയം ചോദിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് പറയാനായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ആഗ്രഹം മാറ്റി വയ്ക്കരുത്. നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന ബോർഡുകൾ എന്തായാലും നിങ്ങൾ വാങ്ങിയത് വയ്ക്കുക. നിങ്ങൾക്ക് നാട്ടിൽ വരുന്ന സമയത്ത് അത് കൊണ്ടുപോയി അത് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കുക. ഒരുപാട് ചേട്ടന്മാരെ ട്രാൻസ്ഫോമർ 4-5 ടൈപ്പ് ട്രാൻസ്ഫോമേഴ്സ്, പല വോൾട്ടിലുള്ള ട്രാൻസ്ഫോമർ, ടൊറോഡൽ, E-കോർ ട്രാൻസ്ഫോമർ, R-കോർ ട്രാൻസ്ഫോമർ എല്ലാം വാങ്ങി ഇവിടെ വച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ബോർഡുകൾ തന്നെ എല്ലാം വാങ്ങി ഇവിടെ നാട്ടിൽ വെച്ചിട്ട് ആഗ്രഹം അവർ വീഡിയോ കണ്ടിട്ട്, ഇപ്പോൾ എൻ്റെ വീഡിയോ തന്നെ ഒരുപാട് കണ്ടിട്ട് പല ബോർഡുകളും അവർ വാങ്ങി വീട്ടിൽ വെച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഒരു ലൈഫ് എങ്ങനെയാണെന്നുള്ളത്, ഓരോ മനുഷ്യൻ്റെയും ലൈഫ് എങ്ങനെയാണെന്ന്. അപ്പോൾ നമ്മളൊരു യൂട്യൂബറാണ്, നമ്മൾ വീഡിയോ ഇടുന്നുണ്ട്, പക്ഷേ നമ്മൾ സത്യം പറഞ്ഞ ഒരുപാട് മനുഷ്യന്മാരുടെ ജീവിതം കൂടെ അതിനകത്ത് പഠിക്കാനുള്ളൊരു സാധ്യത നമുക്ക് അതിനകത്ത് അവസരം നമുക്ക് കിട്ടുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇതുപോലത്തെ കാര്യങ്ങൾ വിട്ടു പോകാനായിട്ട് തോന്നുന്നത്. ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഗൾഫിൽ ഇപ്പോൾ ഈ ചേട്ടന്മാർ പറഞ്ഞ പോലെ ഗൾഫിൽ വേണമെങ്കിൽ നമുക്ക് പോവാം. പക്ഷേ ആ ഒരു ആൾക്കാരുടെ ആ ഒരു രീതി, ആ ഒരു ജീവിതം കാണുമ്പോൾ നമുക്ക് ഈ ഒരു ഫീൽഡ്, ഇപ്പോൾ ഒരാൾ എനിക്ക് ഫേസ്ബുക്കിനകത്ത് കമൻറ്റ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾ വീഡിയോ നിർത്തിപ്പോയാൽ ഞാൻ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട്. കാര്യം അത്രയും മാത്രം അഡിക്റ്റഡ് ആയിട്ട് അവർ മാറി എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ വീഡിയോസ് കാണുമ്പോൾ അവരുടെ ആ ഒരു ആഗ്രഹം ആ ഒരു തലത്തിലേക്ക് വളർന്നു എന്നുള്ളതാണ്. അപ്പോൾ ഓക്കെ, ഇത്ര തന്നെയാണ് വീഡിയോ. നമ്മൾ ഒരുപാട് അങ്ങോട്ട് ഇതാക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഓരോ ദിവസം ഇതുപോലത്തെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഞാൻ ചെയ്ത് ഇടാം. കാര്യം ആ ലൈവ് വീഡിയോ ആണെങ്കിൽ നമുക്ക് ചെയ്യാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, ലൈവ് വീഡിയോസൊക്കെ ചെയ്ത് നമുക്കിടാം. പിന്നെ ഒരുപാട് ആംപ്ലിഫൈ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ നടക്കുന്നില്ല. സമയത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന ഓട്ടമാണ് എപ്പോഴും. ഒരു ദിവസം തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ തുടങ്ങിയ തീരുന്നത് വരെ തന്നെ ഒന്ന് ടെൻഷനായിരിക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും കിടന്ന് ഓട്ടമായിരിക്കും. കാര്യം നമ്മുടെ ജോലി ആ ഒരു രീതിയാണ്. ഒരു സ്ഥലത്ത് കറണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ പെട്ടെന്ന് പോകണം, പിന്നെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാൽ അവിടെ പെട്ടെന്ന് പോകണം. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലൊക്കെ വരുമ്പോൾ നമുക്ക് കിടന്നിങ്ങനെ ഓടേണ്ടി വരും. അപ്പോൾ അത് കഴിഞ്ഞിട്ടൊക്കെയാണ് വീട്ടിൽ വന്നിട്ട് ഓരോ ആൾക്കാർ ഏൽപ്പിക്കുന്ന വർക്ക് തീർക്കുന്നത്. ഇപ്പം നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വർക്ക് കൊണ്ട് മാത്രം, അതായത് ഈ ഒരു ആംപ്ലിഫയർ നിർമ്മാണം കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റുന്നൊരവസ്ഥയിലല്ല ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ കാര്യം നമുക്ക് ആ ഒരു ജോലി നേരത്തെ പൊയ്ക്കൊണ്ടിരുന്ന ഒരു ഇലക്ട്രിക്കൽ വർക്കാണ് ഞാൻ ചെയ്യുന്നത്. എന്നെ ഒരുപാട് ആൾക്കാർ കളിയാക്കാറുണ്ട്, ഇലക്ട്രിക് ഹെൽപ്പറായിട്ട് പോകുന്ന ഈ ആംപ്ലിഫയറും കൊണ്ട് നടക്കുന്നത് എന്താണെന്ന് വെച്ചിട്ട് പുച്ഛിച്ച് തള്ളുന്നതാണ് സത്യം പറഞ്ഞാൽ. എനിക്കതൊന്നൊരു വിഷയമല്ലേ.
എൻ്റെ ഒരു ഇത് വെച്ച് ഞാൻ വളരെ ചെറുതിലെ തൊട്ടൊരു 2-ലോ 3-ലോ പഠിക്കുന്ന സമയം തൊട്ടേ ഈ ഒരു ആംപ്ലിഫയറിൻ്റെ വട്ട് എനിക്കും പിടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ കുറച്ച് നാൾ ഒരു 6-7 ക്ലാസ് വരെയൊക്കെ വെച്ചിട്ട് പിന്നെ ഞാൻ സ്റ്റോപ്പ് ചെയ്തതാണ്. പിന്നെ പെട്ടെന്നൊരു ദിവസം നമ്മുടെ ചേട്ടൻ ബാലു എന്ന് വെച്ചോട്ടോ, പുള്ളിക്കാരൻ ഈ ആംപ്ലിഫയറിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ എനിക്കൊരാഗ്രഹം വീണ്ടും പഴയ ഓരോ കാര്യങ്ങളൊക്കെ പൊടി തട്ടി എടുത്താലോ എന്നൊരു ആഗ്രഹം. അങ്ങനെ പെട്ടെന്നൊരു ദിവസം തുടങ്ങിയതാണ്. അതിനുശേഷം പിന്നെ ഞാനത് വിട്ടിട്ടില്ല, അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതാണ്. പിന്നെ ഇലക്ട്രിക് വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക്കിൻ്റെ കുറേ കാര്യങ്ങൾ എനിക്ക് പണ്ടേ മുതലേ അറിയാം. ഒരു 8-ാം ക്ലാസ് 9-ാം ക്ലാസ്സൊക്കെ പഠിക്കുന്ന സമയം തൊട്ട് നമ്മൾ ഇലക്ട്രിക് വർക്ക് സ്കൂളിലെ വർക്കൊക്കെ ചെയ്യുന്നതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ പഠിച്ച് വന്നതാണ്. ഞാൻ ബേസിക്കലി മെക്കാനിക്കാണ് പഠിച്ചത്. മെക്കാനിക്ക് ITI മെക്കാനിക്കാണ്. ISR ട്രെയിനിങ് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സിനിമാറ്റോഗ്രാഫി ഫീൽഡൊക്കെ പോയി അങ്ങനെ 6-7 വർഷം ക്യാമറയുടെ പുറകെ നടന്നതാണ്. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് നമ്മൾ ഈ ഒരു ആംപ്ലിഫയർ എന്നുള്ള ഒരു സംഭവത്തിലേക്ക് വന്നത്. പിന്നെ നമുക്ക് ഈ പറഞ്ഞ സബ്സ്ക്രൈബ് അങ്ങനത്തെ കാര്യങ്ങൾ വളരെ കുറവാണ്. ഞാനങ്ങനെ അധികം ആരടുത്തും ഇങ്ങനെ ഫോഴ്സ് ചെയ്യാറില്ല. എനിക്ക് സബ്സ്ക്രൈബ് വേണം, സബ്സ്ക്രൈബ് തരിക എന്നുള്ള രീതിയിൽ ഞാൻ ആരെയും ഫോഴ്സ് ചെയ്യാറില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാമെന്നുള്ള രീതി മാത്രമേ എനിക്കുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ താല്പര്യം ഉള്ള നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഉറപ്പായിട്ടും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ആരെയും നിർബന്ധിക്കാറില്ല. പിന്നെ ഒരുപാട് ആൾക്കാർ ക്യാഷ് വേണോ പൈസ വേണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കാറുണ്ടായിരുന്നു. ഇന്ന് വിളിച്ച് ചേട്ടൻ ചോദിച്ചു, ഞാൻ നിനക്ക് കുറച്ച് ക്യാഷ് അയച്ചു തരാം. കാര്യം നമ്മൾ അങ്ങനെ അധ്വാനിച്ചുണ്ടാകുന്ന ക്യാഷ് മാത്രമായിരിക്കും നമ്മുടെ കയ്യിൽ എപ്പോഴും നിൽക്കുന്നത്. അല്ലാതെ നമുക്ക് ഒരാൾ വെറുതെ ഒരു ക്യാഷ് വന്നു കഴിഞ്ഞാൽ അത് ഒരിക്കലും നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഒരുപാട് ആൾക്കാരിനെ ഇപ്പോൾ ഒരുപാട് കടകളുടെ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്. അവരുടെ കയ്യിൽ നിന്ന് ആരെയും തന്നെ ഞാനൊരു വേഷം വാങ്ങിക്കാതെ വളരെ സൗജന്യമായിട്ടാണ് ചെയ്തു കൊടുത്തത്. കാരണം നമുക്ക് വേണ്ടത് കണ്ടൻറ്റാണ് നമുക്ക് വേണ്ടത്, പൈസയല്ല. പൈസ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ആരും ജനിച്ചപ്പോൾ പൈസ കൊണ്ടല്ല ജനിച്ചത്, മരിക്കുമ്പോൾ പൈസ കൊണ്ടല്ല മരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഭൂമിയിൽ ഉണ്ടാക്കിയതെല്ലാം നമ്മൾ ഭൂമിയിൽ തന്നെ അവസാനിപ്പിച്ചിട്ട് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. പൈസ എന്തെങ്കിലും വരുമായിരിക്കും. നമ്മൾ ആരെയും പോലെ മറ്റേ ഒരുപാട് ആൾക്കാർ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. പുള്ളിക്കാരന് ഞാനും കൊടുത്തിട്ടുണ്ട് പൈസ. കഷ്ടത്തിലാണ്, പൈസ തരണം, സഹായിക്കണം എന്നൊക്കെ പറഞ്ഞ് പുള്ളി പരിചയപ്പെട്ടു. പുള്ളിക്ക് ഞാനും കൊടുത്തു. പുള്ളിയെ ഞാൻ 2-3 പ്രാവശ്യം വിളിച്ചിട്ട് പുള്ളിയെ എടുത്തിട്ടില്ല. ഓക്കെ, എൻ്റെ ആവശ്യമില്ല, പുള്ളിക്ക് എൻ്റെ ആവശ്യമില്ല, അതുകൊണ്ടായിരിക്കും. അപ്പം നമ്മൾ ഇതുപോലുള്ള സ്നേഹമുള്ള മനുഷ്യന്മാർ വിളിക്കുന്നു, അവരുടെ അടുത്ത് സംസാരിക്കുന്നു. നിങ്ങൾക്ക് ഇനിയും വിളിക്കാം, കോൺടാക്ട് ചെയ്യാം. നമ്പർ 70 12 54 75 84. നിങ്ങൾ കൂടുതൽ മാക്സിമം വാട്സപ്പിൽ തന്നെ എന്നെ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാര്യം ഞാൻ പറഞ്ഞില്ലേ, രാവിലെ തുടങ്ങുന്ന ഓട്ടം വൈകുന്നേരം 5 മണി 6 മണി 8 മണിക്കൊക്കെയാണ് ഞാൻ ചിലപ്പോൾ വീട്ടിൽ നിന്ന്, ചില ദിവസം 10 മണിക്ക് എത്തും. അപ്പോൾ അതിനിടയിൽ നിങ്ങളെ കോൾ എടുക്കാനായിട്ട് ചിലപ്പം പറ്റില്ലെന്ന് വരെ നിങ്ങൾക്ക് വാട്സപ്പിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പിൽ എൻ്റെ അടുത്ത് സംസാരിക്കാം, നമുക്ക് സംസാരിക്കാം, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ വാട്സപ്പിൽ എത്ര ആൾക്കാർ വേണമെങ്കിലും മെസ്സേജ് അയച്ചു, എനിക്ക് കിട്ടുന്ന സമയത്തിനനുസരിച്ച് ഞാൻ എല്ലാ ആൾക്കാർക്കും റിപ്ലൈ തരുന്നതാണ്. കാരണം നിങ്ങളുടെ സ്നേഹം ആണ് എനിക്ക് ആവശ്യം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഉണ്ടായിരിക്കണം. ഞാൻ ഇനി നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ചെയ്യും. ആരുടെയും പ്രതിഫലം ആഗ്രഹിക്കാതെ ഞാൻ വീഡിയോ ചെയ്യും. ഞാൻ വീഡിയോ ചെയ്യുന്ന ഈ ചെറിയ വീഡിയോസൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അതിനുള്ള ചെറിയ പ്രതിഫലം 6 മാസം 7 മാസത്തിലൊരിക്കൽ എനിക്ക് കിട്ടുന്നുണ്ട്. യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്ന് ഇപ്പോൾ ഒന്നും കിട്ടുന്നില്ല. ഫേസ്ബുക്കിൽ ഞാനത് നോക്കുന്നില്ല. യൂട്യൂബിൽ നിന്ന് ചെറിയ വരുമാനം 6-7 മാസം കഴിയുമ്പോൾ എനിക്കൊരു 8,000 ഒക്കെ കിട്ടുന്നുണ്ട്. അത്രയും തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ, അത് കിട്ടുന്ന അന്ന് തന്നെ തീരും, അതൊന്നും ഒരു വിഷയമൊന്നുമല്ല. അപ്പോൾ നമുക്ക് ഇനി നല്ല വീഡിയോസ് കാണാം. വീണ്ടും അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാ ചേട്ടന്മാർക്കും ബൈ.